ദൈവസന്നിധിയിൽ ചേർന്ന് വരുമ്പോൾ നാം എന്തിനാണ് ചേർന്ന് വന്നത് എന്നത് ഒരു വിഷയമാണ്. പ്രാർത്ഥനയ്ക്കായി നമ്മൾ ദിവസം വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഒരു ലക്ഷ്യബോധമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഓരോ ദിവസങ്ങളിലും പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രബോധിപ്പിക്കാനായിട്ട് ഇട വന്നത്. ഇന്നും നമുക്ക് ചേർന്ന് വന്നപ്പോൾ കർത്താവിനെ പ്രേരിപ്പിച്ച ചില വിഷയങ്ങളുണ്ട്. അത് ദൈവസന്നിധിയിൽ വെക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് തിരഞ്ഞെടുക്കേണ്ട 2 വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിനായിട്ട് നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. പക്ഷെ ശ്രദ്ധിക്കാതെ പോകാൻ പാടില്ല. വളരെ ശ്രദ്ധയോടെ നമുക്കതൊന്ന് വായിക്കാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും, ഇന്ന് നമ്മൾ പറഞ്ഞത് എന്തിനാണെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം പറയുകയാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനെ അടുത്ത് ചെല്ലുക. ഇന്ന് ഈ കൃപാസനത്തിന് അടുത്ത് വന്നിരിക്കുന്നത് പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യത്തിന് കീഴിൽ നമ്മൾ വന്നിരിക്കുന്നതിന്റെ 2 പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒന്ന്, നമുക്ക് അത്യാവശ്യമായി ലഭിക്കാനുള്ളത് ഒന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ലഭിക്കാനുള്ള ഒന്നാണ് കരുണ ലഭിക്കണം. 2, കൃപ പ്രാപിക്കണം. ചില കൃപാവരങ്ങളായിട്ട് നമ്മൾ പ്രാപിക്കാനായിട്ട് കഴിയണം. കൃപ പ്രാപിക്കണം, കരുണ ലഭിക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥന കഴിയുമ്പോഴേക്കും ദൈവമക്കൾ എല്ലാവരും, നാം എല്ലാവരും പ്രാപിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ കൃപ പ്രാപിക്കാൻ പോവുകയാണ്. അതോടൊപ്പം കരുണ ലഭിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ കരുണ അത് നമുക്ക് ലഭിക്കാനുള്ളതാണ്. അത് നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലണം. അപ്പൊ എന്ത് വിഷയമാണ് പ്രാർത്ഥിക്കേണ്ടത്? അതാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം, കർത്താവേ എന്നോട് കരുണ കാണിക്കണം, എനിക്ക് കരുണ വേണം നാഥാ, അങ്ങ് നൽകുന്ന കരുണ എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അവിടെ പറയുന്നുണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. 4:14 പറയുന്നത് ഇങ്ങനെയാണ്: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്ക് ഒരു മഹാപുരോഹിതൻ എന്നും നമുക്കുണ്ട്. അതുകൊണ്ട് ധൈര്യമായി നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാം. നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ആ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം, നമ്മളെ അംഗീകരിക്കുന്ന ഒരു പുരോഹിതനാണ്. അത് നമ്മൾ മുറുകെ പിടിക്കുക. നമ്മെ ഉപേക്ഷിക്കില്ല. നമ്മെ അംഗീകരിച്ച് നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപ നമ്മൾ അനുഭവിക്കാനായിട്ട് കഴിയട്ടെ. നമുക്കുള്ള മഹാപുരോഹിതൻ, അവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അവിടെ പറയാണ് നമുക്കുള്ള മഹാപുരോഹിതൻ. നമുക്കൊരു പുരോഹിതനുണ്ട്, മഹാപുരോഹിതനുണ്ട്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഇന്ന് നമുക്ക് ആവശ്യമായിട്ടിരിക്കുന്നത് സഹതാപം ആവശ്യമായിട്ടിരിക്കുകയാണ്. നമ്മുടെ ചില വിഷയങ്ങളിൽ ദൈവത്തിന് നമ്മുടെ സഹതാപം തോന്നിയാൽ നിശ്ചയമായി കരുണ പ്രാപിക്കും. കരുണ വേണം നമുക്ക്. എന്തുകൊണ്ട് കരുണ നമുക്ക് പ്രാപിക്കണം, എന്തുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന വിഷയമാണ് പ്രാരംഭമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയാണ് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിൽ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമുക്കുള്ളത്. അതായത് നമ്മുടെ എല്ലാ വിഷയവും നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ അടുക്കൽ നമ്മൾ വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് നിശ്ചയമായും നമ്മളൊന്ന് പറഞ്ഞാൽ മതി, അവന് നമ്മളോട് കരുണ തോന്നും. ആ കരുണയാണ് പ്രാപിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, കരുണയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇത് ഇത്ര വലിയ വിഷയമാണ്. വേദപുസ്തകം നമ്മൾ നോക്കിയ പുതിയ നിയമത്തിലെ ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും മഹത്തരമായ പദം ഏതാണെന്ന് ചോദിച്ചാൽ കൃപയാണ്. 100-ലധികം പ്രാവശ്യമാണ് കൃപയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കരുണ. ആ കരുണ എന്ന പദത്തെക്കുറിച്ച് 100-ലധികം പ്രാവശ്യം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിരിക്കുന്ന 2 പദങ്ങളാണ് കൃപയും കരുണയും. അതുപോലെ തന്നെ നമുക്ക് ചേർന്ന് ചിന്തിക്കുന്ന പദമാണ് ദയ, കരുണ, കൃപ. ഈ 3 പദങ്ങൾ അതുപോലെ ചിന്തിക്കുന്ന വിഷയങ്ങളാണ്. കൃപ എന്ന വാക്കിന്റെ അർത്ഥമൊക്കെ നമുക്ക് ധാരാളം അറിയാം. കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ദാനമാണ് കൃപ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അതിന് പല വിവക്ഷകളും പല അർത്ഥങ്ങളും ഉണ്ട്. അതിൽ മറ്റൊരർത്ഥമാണ് ദൈവത്തിന്റെ ദയ പ്രാവർത്തികമായി കാണിക്കുന്നതാണ് കൃപ. ദൈവത്തിന്റെ ദയ, ദൈവത്തിന് നമ്മോടുള്ള ദയ പ്രാവർത്തികമായി കാണിക്കുന്നതാണ് കൃപ എന്ന് പറയാനായിട്ട് മനസ്സിലാക്കാം. കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും ദൈവം നമുക്ക് നൽകുന്ന ഈ കരുണയാണ് നമുക്ക് ലഭിച്ച കൃപാദാനങ്ങൾ നിലനിൽക്കുന്നത്. അതായത് ദൈവം എന്നോട് കൃപ കാണിച്ചു, അർഹതയില്ലാത്ത ദാനം നൽകി, അത് നമ്മളിൽ നിന്ന് എടുത്തു കളയാതെ
അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമായി തീരുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. ഇനി ഒന്നും കൂടെ ചിന്തിക്കുകയാണെങ്കിൽ വളരെ അർത്ഥങ്ങളിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. കൃപ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി ലഭിക്കുന്നതാണ് കൃപ എന്ന് കാണാനായിട്ട് കഴിയും. എന്നാൽ കരുണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ ജീവിതം മുഴുവൻ അനുഭവിക്കാൻ കഴിയുന്നതാണ് കരുണ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കൂടുതൽ അർത്ഥങ്ങൾ ലഭിക്കാനായിട്ട് കഴിയും. ഞാൻ ഒന്നും കൂടെ പറയാം. കൃപ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അതാത് സമയങ്ങളിൽ ദൈവം തരുന്ന വിടുതലുകളാണ് കൃപ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതായത് പൗലോസ് പ്രാർത്ഥിക്കുന്നു, തന്റെ ശൂലം ജഡത്തിൽ നിന്ന് മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി, അത് എന്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരും. ആ സമയത്ത് കൃപ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് കൃപ കൊടുക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നു. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതേസമയം കരുണ, ഇപ്പോൾ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞ് നിലവിളിച്ചവനെ അവന് കരുണ ലഭിച്ചു. അവന്റെ ജീവിതകാലം മുഴുവൻ അവന് കാഴ്ചയുള്ളവനായിട്ട് അവന് നിലനിൽക്കാനായിട്ട് കഴിയും. അതായത് പൗലോസ് പറയുന്നു, എന്നിൽ പകർന്ന കൃപ വൃഥാവായി പോയില്ല. അതായത് ലഭിച്ച കൃപ ചിലപ്പോൾ നഷ്ടമായി പോകാം, എന്നാൽ ഒരു കരുണ നമുക്ക് ലഭിച്ചാൽ അത് ഒരു കാരണവശാലും നഷ്ടമായി പോകുന്നില്ല, നമ്മുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ആണ് കരുണയ്ക്ക് വേണ്ടിയുള്ളത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാറില്ല, കർത്താവേ എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറില്ല. നമ്മളിൽ പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനും എപ്പോഴും പ്രാർത്ഥിക്കുന്ന വിഷയമാണ് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി. അതുകൊണ്ടാണ് ദൈവജനത്തോട് പ്രബോധിപ്പിക്കാനാണ് ഞാൻ നൽകിവിടുന്നത്, കരുണയ്ക്ക് വേണ്ടി യാചിക്കണം. എന്തുകൊണ്ടാണ് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ഒരു 10 കാര്യങ്ങൾ പറയാം. ഇത്രയും ഇമ്പോർട്ടൻസ് ആണെന്ന് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഒരു 10 കാര്യങ്ങളും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നിശ്ചയമായും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ, അതൊരു സത്യം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. അവിടെയാണ് പരാജയം കിടക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും നമ്മൾ ചില വിഷയങ്ങൾ എടുത്തു ചിന്തിക്കാനായിട്ട്, കർത്താവേ എന്നെ വീണ്ടും അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവസഭ പ്രാർത്ഥിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നു. ഇന്ന് നമ്മൾ അറിയുകയാണ്, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട അടുത്ത 2 വിഷയമാണ് കൃപ പ്രാപിക്കണം, എനിക്ക് കരുണ ലഭിക്കണം. ഇതാണ് നമ്മുടെ 2 പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. റോമാലേഖനം 1 കാര്യം പറയാം. റോമാലേഖനം 9 അധ്യായം അതിന്റെ 16 വാക്യം. റോമാലേഖനം 9 അധ്യായം 16 വാക്യം. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നു. ദൈവത്തിന്റെ കരുണ തോന്നാതെ ഒരു കാര്യവും സാധിക്കില്ല എന്നാ തിരുവചനം പറയുന്നത്. അതായത് വിജയിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടക്കണമെങ്കിൽ ദൈവത്തിന്റെ കരുണ ലഭിക്കണം. അപ്പൊ കരുണ ലഭിക്കാൻ വേണ്ടി എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, സാധിക്കുന്നില്ല. കർത്താവ് കരുണ കാണിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും. അതിനുവേണ്ടി ഞാൻ കിടന്ന് ഓടി അലഞ്ഞ് ഞാൻ പലതും ചെയ്തു നോക്കുക. പക്ഷെ ദൈവത്തിന്റെ കരുണ ലഭിച്ചില്ലെങ്കിൽ നടക്കില്ല പ്രിയപ്പെട്ടവരെ, നടക്കില്ല. അപ്പൊ നമ്മുടെ വിഷയങ്ങൾ പറയുന്നേക്കാൾ ഉപരിയായിട്ട് പറയേണ്ടത് നമ്മുടെ ഇച്ഛയും ആഗ്രഹങ്ങളും ഒക്കെ വെച്ച് അധ്വാനിക്കുകയും ഓടുകയൊക്കെ ചെയ്യുന്നതിന് പകരം ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ അത്ഭുതത്തോടെ ആ ബർത്തിമയുടെ കരച്ചിൽ ഞാൻ ഇവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിയാണ്. നമുക്ക് പരിചയമുള്ള പ്രാർത്ഥനയാണ്. തൻ്റെ ആവശ്യം കിടക്കുന്നത് കണ്ണ് കാണണം എന്നുള്ളതാണ്. തൻ്റെ കണ്ണിന് കാഴ്ച പ്രാപിക്കണം എന്നതാണ് തൻ്റെ ആഗ്രഹം. എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായി, എനിക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയം എന്താണെന്ന് നല്ല ബോധ്യം കിട്ടിയപ്പോ ആ മനുഷ്യൻ പറഞ്ഞത്, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ നിലവിളിച്ചത്. ഞാനാണെങ്കിൽ പറയാ, എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ, എനിക്ക് കാഴ്ച തരുമോ, എനിക്ക് കാഴ്ച തരുമോ എന്ന് പറഞ്ഞേ ഞാൻ വിളിക്കുകയുള്ളൂ. എന്നാൽ നല്ല ബോധ്യമുള്ള ആ മനുഷ്യൻ, കാഴ്ച ലഭിക്കണമെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ, എന്നോട് കരുണ തോന്നിയാൽ എൻ്റെ ആഗ്രഹം സാധിക്കുന്നത് തിരിച്ചറിഞ്ഞ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു നിലവിളിച്ചു. ദൈവത്തിന് കരുണ തോന്നി. ആ കരുണ തോന്നിയത് കൊണ്ട് അവന്റെ ആഗ്രഹം സാധിച്ചു. അതിനുവേണ്ടി വ്യസനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് ചോദിച്ചു, കാര്യം പറഞ്ഞു, കാര്യം സാധിച്ചു, വിടുതൽ ലഭിച്ചു, സൗഖ്യം പ്രാപിച്ചു. ഇതാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ വിഷയം പറയുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട 1ാമത്തെ വിഷയം ഇതാണ്. ഏത് പ്രാർത്ഥനാ വിഷയത്തിന് മുമ്പ് കർത്താവിനോട് പറയണം, കർത്താവേ അങ്ങയുടെ കരുണ എനിക്ക് വേണമെന്ന് പറഞ്ഞ് നിലവിളിക്കണം. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് നമ്മോട് പറയും, നിന്റെ വിഷയം എന്താന്ന് പറയാൻ പറയും. അപ്പോഴാണ് നമ്മുടെ വിഷയം പറയേണ്ടത്. ആ വിഷയം പറയുമ്പോൾ നിശ്ചയമായും അവന് നമ്മളോട് കരുണ തോന്നും. അവന് നമ്മളോട് കരുണ തോന്നിയാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. സകലവും സാധിക്കുന്ന പറയുന്നത്. ഏത് വിഷയവും ദൈവത്തിന്റെ കരുണ ലഭിച്ചാൽ സാധിക്കും. അപ്പൊ ഇതുവരെ സാധിക്കാത്ത ചില വിഷയങ്ങള്
നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താ സാധിക്കാത്തത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അതിനു മുമ്പ് യാചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവിന്റെ കരുണ ലഭിച്ചാൽ എന്റെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ മൗനമായിരിക്കേണ്ട. ദൈവത്തെ ഒന്ന് സ്തുതിച്ചിട്ട് പറയണം, ഞാൻ കർത്താവെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം പറയാം. റോമാലേഖനം തന്നെ 9-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. അപ്പൊ ദൈവത്തിന് തോന്നണം കരുണ ലഭിക്കണം എന്നുണ്ടെങ്കിൽ. നമ്മളോട് കരുണ ലഭിക്കണമെങ്കിൽ കർത്താവിന് തോന്നിയെങ്കിലേ കരുണ ലഭിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ലഭിക്കില്ല. കർത്താവിന് തോന്നിയവനോട് കർത്താവിന് ഒരു പ്രിയം തോന്നണം. ആ തോന്നുക എന്നുള്ള വാക്ക് എനിക്ക് തോന്നുക എന്നുള്ളത് നമ്മുടെ രീതിയല്ല. നമ്മളോട് പ്രിയം തോന്നുക എന്നുള്ളതാണ് എൻ്റെ കാര്യം. നമ്മളോട് മനസ്സലിവ് തോന്നുക എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. കർത്താവിനൊന്ന് തോന്നണം. കർത്താവിന് നമ്മളോടൊന്ന് ഇഷ്ടം തോന്നണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനാ വാചകം മറ്റൊന്നുമല്ല, കരുണയ്ക്ക് വേണ്ടി യാചിക്കണം. കർത്താവിന് നമ്മളോട് കനിവും കരുണയും തോന്നണേ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിന് നമ്മളോട് കരുണ തോന്നിയില്ലെങ്കിൽ കരുണ ലഭിക്കുക തന്നെ ഇല്ല. അപ്പൊ കർത്താവേ എനിക്ക് കരുണ ലഭിക്കണം, അതുകൊണ്ട് അപേക്ഷിച്ചേ പറ്റുള്ളൂ. കർത്താവേ എനിക്ക് കരുണ ലഭിക്കണം, അത് നമ്മുടെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് ജയം ലഭിക്കാനുള്ളൂ. നമുക്കറിയാം, നികളവും ഉന്നതഭാവവും ഉണ്ടെങ്കിൽ ദൈവം സഹിക്കില്ല, അവരോട് ദൈവം എതിർത്ത് നിൽക്കുകയുള്ളൂ. കരുണ ഒരിക്കലും ലഭിക്കില്ല. ദൈവത്തിന്റെ കരുണ ലഭിക്കണമെങ്കിൽ നമ്മിൽ നികളഭാവമോ ഉന്നതഭാവമോ ഒന്നും വരാൻ പാടില്ല എന്ന് യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ദൈവത്തോട് അടുത്ത് എന്ന് കരുണ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ യാചിക്കണം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്നോട് കരുണ തോന്നണം, എന്നിൽ ചില നികളഭാവോ ഉന്നതഭാവോ ദൈവത്തിന് ഹിതമില്ലാത്തതോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ യാചിച്ച് കരുണയ്ക്ക് വേണ്ടി യാചിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കരുണ ലഭിക്കുകയുള്ളൂ. കരുണ ലഭിക്കാതെ ഒരു കാര്യവും സാധിക്കുകയില്ല. മൂന്നാമത്, എന്തുകൊണ്ട് നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? റോമാലേഖനം 9-ാം അധ്യായം 18-ാം വാക്യം: അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ഇതിന്റെ പ്രശ്നം മനസ്സിലായോ? കർത്താവിന്റെ കരുണ ലഭിച്ചില്ലെങ്കിൽ അടുത്ത വിഷയം കിടക്കുക, നമ്മൾ കഠിനന്മാരായി മാറും. കർത്താവിന്റെ കരുണ ലഭിച്ചില്ലെങ്കിൽ നമ്മൾ കഠിന ഹൃദയന്മാരായി മാറും. ഹൃദയം കഠിനപ്പെട്ടാൽ ഒരു കാര്യം ഉറപ്പാ, നിത്യ നരകം തന്നെ ലഭിക്കൂ. അല്ലെങ്കിൽ ഒരു ഭാഷ കൂടെ പറഞ്ഞാൽ നശിച്ചു പോകും. കർത്താവിന് നമ്മളോട് കരുണ തോന്നിയില്ലെങ്കിൽ കർത്താവ് നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർന്നു, ലൈഫ് പോയി എന്നർത്ഥം. ഉദാഹരണം വേണമെങ്കിൽ പറയാം, ഫറവോൻ ജനത്തെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക, മോശ എന്ന് യാചിക്കുന്നുണ്ട്. ഓരോ ബാധ അയക്കുമ്പോഴും ഒന്നായും വീണ്ടും മുറുകും. എന്നാൽ 3-4 ബാധ കഴിഞ്ഞപ്പോ ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. പിന്നെ വിടുതലില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വിട്ടയച്ചതുമില്ല, നേരത്തെ വിട്ടയക്കാൻ പിന്നെ പറ്റുന്നില്ല. ഹൃദയം കഠിനമാക്കിയാൽ പിന്നെ ദൈവഹിതങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന് പ്രസാദമുള്ളതൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് കർത്താവെ എന്റെ ഹൃദയം കഠിനമാക്കി പോകാതിരിക്കാൻ കർത്താവെ അങ്ങയുടെ കരുണ തന്നേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ വിഷയം. അപ്പൊ നമ്മൾ കരുണയ്ക്ക് വേണ്ടി യാചിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കും? ദൈവത്തിന് തോന്നുകയാണ് നിനക്ക് കരുണ തരുന്നില്ല എന്ന് തോന്നുക, നമ്മൾ യാചിക്കുന്നില്ല, ഒരു കരുണയ്ക്കും വകയില്ലാത്തവനാണെന്ന് തോന്നിയാൽ നേരെ തിരിച്ചു സംഭവിക്കും. എന്ത് സംഭവിക്കും? ഹൃദയം കഠിനമാക്കി തരും. കഠിനമായി തീർന്നാൽ ഒരു കാരണവശാലും നമ്മൾ സ്വർഗത്തിൽ പോയില്ല. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ, പറഞ്ഞ കഠിന ഹൃദയന്മാരാണെങ്കിൽ ഒരു കാരണവശാലും സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. അപ്പൊ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോയാൽ നമുക്ക് വലിയ പരാജയമാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന് ഇടം കൊടുക്കരുത്. പലരുടെയും ജീവിതത്തിൽ നമുക്കറിയാം ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവകൃപ അനുഭവിക്കാനായിട്ട് അവസരങ്ങൾ ലഭിച്ചിട്ടും ദൈവകൃപയിൽ ജീവിക്കേണ്ട ചില മക്കളൊക്കെയും കൃപ വിട്ടുപോയിട്ട് അവസാനം തകർന്നു പോയിട്ടുണ്ട്. എന്താ കാരണം? അവർക്ക് ദൈവത്തിന്റെ കരുവും കരുണയും ഒന്നും അറിഞ്ഞുകൂടാ. അതിനുവേണ്ടി അവർ പ്രാർത്ഥിച്ചില്ല, അതവർ പ്രാപിച്ചില്ല, അവർക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തകർന്നു പോയിട്ടുണ്ട്. നമ്മൾ തകർന്നു പോകാതിരിക്കുന്നത്, നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവിടുത്തെ കരുണയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ അത് മനസ്സിലാക്കി കരുണയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും യാചിക്കണമെന്നാണ് എനിക്ക് പ്രബോധിപ്പിക്കാനുള്ളത്. എല്ലാ ദിവസവും യാചിക്കണം. ഇനി അടുത്തത് പറയാം, 4-മത്തത് പറയാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 27-ാമത്തെ വാക്യം. എന്തുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം?
അപ്പോ ആദ്യത്തെ 3 കാര്യങ്ങൾ മനസ്സിലുണ്ടെന്ന് ചിന്തിക്കുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരുണ ലഭിക്കാതെ ഒരു കാര്യവും സാധിക്കില്ല. രണ്ടാമത്, ദൈവത്തിന് നമ്മളോട് കരുണ തോന്നണം, ഇല്ലെങ്കിൽ പരാജയമാ. അപ്പൊ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നാൻ വേണ്ടി ദൈവത്തോട് നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമത്, നമ്മുടെ ഹൃദയം ദൈവം കഠിനമാക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കരുണയ്ക്ക് വേണ്ടി യാചിക്കണം. നാലാമത്, ഫിലിപ്പിയർ 2:27 വാക്യം, അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. ഫിലിപ്പിയർ 2:27 വായിക്കുന്നത്. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ഇവിടെ നമുക്ക് വായിക്കുന്നത് പൗലോസ് പറയുന്നു, എപ്പഫ്രാദിത്തോസിനെ കുറിച്ചാണ് പറയുന്നത്. ആ വ്യക്തി, ആ സഹോദരൻ ദീനമായി കിടക്കുകയായിരുന്നു, ദീനം പിടിച്ചു. ആ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മരണകരമായ രോഗമായിരുന്നു, മിക്കവാറും മരിക്കുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കരുണ ലഭിച്ചപ്പോ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ലഭിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മുടെ ജീവിതത്തിൽ വരുന്ന മരണകരമായ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കണമോ, വഴി ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ കരുണ ലഭിച്ചാൽ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. ദൈവം അവനോട് കരുണ ചെയ്തു. ദൈവം കരുണ ചെയ്താൽ മരിപ്പാറായിരുന്നു സത്യം, ഉറപ്പാണ്. എങ്ങനെ ഒരു വിടുതൽ ലഭിക്കാൻ സാധ്യമില്ലെന്ന് വൈദ്യശാസ്ത്രവും നമുക്കറിയുന്നവർക്ക് എല്ലാം അറിയാം. ഈ രോഗം വന്നിട്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല. എങ്കിൽ പോലും, അങ്ങനത്തെ വിഷയമാണെങ്കിൽ പോലും കരുണ ലഭിച്ചാൽ നിശ്ചയമായും അവർ ജയിക്കുക തന്നെ ചെയ്യും. ഞാൻ ശുശ്രൂഷിച്ചിരുന്ന സഭയിലെ ഒരിക്കൽ ഒരു സഹോദരനും കുടുംബമായിട്ട് വരാനായിട്ട് വന്നു. എനിക്ക് കാരണം, ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് വഴി വെച്ചൊരു സഹോദരനെ പരിചയപ്പെട്ടത്. അദ്ദേഹം ഒരു ഈ കുറിക്കമ്പനിയുടെ ഇൻസ്റ്റാൾമെന്റ് പതിക്കാൻ നടക്കുന്ന ഒരു കുക്കിയായിരുന്നു. അദ്ദേഹത്തെ കണ്ടു, പരിചയപ്പെട്ട് വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ വളരെ ദുഃഖത്തോടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, തന്റെ ഭാര്യയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ കരുണ ലഭിച്ചാൽ ഏത് ക്യാൻസറും മാറുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചപ്പോ, ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ വളരെ സീരിയസ് ഘട്ടത്തിലാണ്. ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലൊരു കുടം വെള്ളം പോലും എടുത്തു കൊണ്ടുവരാനോ വീട്ടിലൊരു ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നില്ല. പ്രിയ സഹോദരനാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത്രയും ബുദ്ധിമുട്ടായ സ്ഥിതിയിലാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, എൻ്റെ ഞങ്ങളുടെ സഭയിലൊന്ന് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരണം, ഒരു ദൈവിക വിടുതൽ നടക്കും, നമുക്ക് വിശ്വാസത്തോടെ വരികയാണെങ്കിൽ നിശ്ചയമായി അത്ഭുതം നടക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ സഹോദരൻ വിശ്വസിച്ചു. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് എൻ്റെ ഭാര്യയും കൊണ്ട് ദൈവസഭയിൽ കടന്നു വരാനായിട്ട് വന്നു. അങ്ങനെ കടന്നു വന്നപ്പോൾ ഞാൻ ആത്മാവിൽ ദൈവത്തിന്റെ ശക്തിയോടെ ശുശ്രൂഷിക്കുകയും വചനം ശുശ്രൂഷിക്കുകയും ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്തു. ധൈര്യപ്പെടുത്തി ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്താലുള്ള വിടുതൽ ലഭിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ തിരുവനന്തപുരം RCCയിലാണ് ആ ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ധൈര്യത്തോടെ പറഞ്ഞു, ദൈവം കരുണ കാണിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ കരുണ ലഭിച്ചിരിക്കുന്നു, ശരീരത്തിലെ പ്രതിസന്ധി ദൈവം മാറ്റിയിരിക്കുന്നു, ബ്ലഡ് ക്യാൻസറിന്റെ ദൈവം മാറ്റിയിരിക്കുന്നു, വിശ്വസിക്കുക എന്ന് പറഞ്ഞു. ആ സഹോദരി എഴുന്നേറ്റ് നിന്നിട്ട് സാക്ഷ്യം പറയാൻ പറഞ്ഞപ്പോ സഹോദരി സാക്ഷ്യം പറഞ്ഞു, ഞാനും അത് വിശ്വസിക്കുന്നു. ഈ രോഗം ദൈവം മാറ്റിയെന്ന് പൂർണ്ണമായിട്ടൊരു ഉറപ്പെനിക്ക് കിട്ടിയാൽ ഞങ്ങൾ അടുത്ത ആഴ്ച RCCയിൽ വീണ്ടും ടെസ്റ്റിന് പോകുന്നുണ്ട്. എന്നോട് സീരിയസ് ആയിട്ടിരിക്കുകയാണ്, അത് വളരെ കൂടി വന്നിരിക്കുകയാണ്, അതിന്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത്ര പ്രയാസമിരിക്കുക. സൗകര്യം പറഞ്ഞു, ഈ രോഗം എനിക്ക് സൗഖ്യം വരികയാണെങ്കിൽ, ഇന്ന് എനിക്ക് സൗഖ്യം കിട്ടിയത് ബോധ്യം വന്നാൽ നിശ്ചയമായി ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിക്കുകയാണെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. സൗഖ്യം ദൈവം തന്നിരിക്കുന്നു. ആ കരുണയ്ക്ക് വേണ്ടി ഒരുമിച്ച് സഭ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ആ സൗകര്യം അതിന്റെ അടുത്ത ആഴ്ച RCC പോയി ടെസ്റ്റ് നടത്തി. അത്ഭുതകരമായ റിസൾട്ട് വന്നു. അവർ പറഞ്ഞു, ഇത് റിസൾട്ട് കിട്ടിയിരിക്കുന്നു, ഈ ബ്ലഡ് ക്യാൻസറിന്റെ സെല്ലുകളൊക്കെ മാറിയിരിക്കുന്നു, അതും അത്ഭുതകരമായിട്ടിരിക്കുന്നു, വേണമെങ്കിൽ നമുക്ക് വിദഗ്ധമായ ഒരു ടെസ്റ്റിനും കൂടെ അയക്കാം, എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ അത്ഭുതകരം നടന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളുടെ കഴിവോ ശക്തിയൊന്നുമല്ല, കരുണയ്ക്ക് വേണ്ടി യാചിച്ച ഒറ്റ നിമിഷം കൊണ്ട് മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവരോട് കരുണ കാണിച്ചു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാണ്. അത്ഭുതകരമായി സൗഖ്യം ലഭിച്ചു. ആ സഹോദരി അവർ കുടുംബമായി ദൈവത്തെ സേവിപ്പാനായിട്ട് സ്നാനപ്പെടുവാനൊക്കെ ആയിട്ട് ദൈവം വഴിയൊരുക്കാനിട വന്നു. ആ വലിയ കൃപ നമുക്ക് ഇന്നും വ്യാപരിക്കുന്നു വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. മക്കളെ, രോഗം വരുന്ന സമയത്ത്, ക്ലേശം വരുന്ന സമയത്ത്, മരണകരമായ വിഷയം വന്നാലും പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്, കരുണ കാണിക്കണമേ,
പ്രിയ മകളോട് കരുണ കാണിക്കണമേ, പ്രിയ മകളോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമക്കളെ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ. കരുണയ്ക്ക് വേണ്ടി ഒരു ദൈവസഭ നിലവിളിച്ചാൽ, ഞാൻ പറയട്ടെ, ദൈവസഭയുടെ നിലവിളിയുടെ മുമ്പിൽ നിന്ന് കർത്താവ് ഒഴിഞ്ഞു മാറുകയില്ല. കാരണം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അവൻ നമ്മളോട് സഹതാപം കാണിക്കും. നിശ്ചയമായും അവന് നമ്മളോട് കരുണ തോന്നും. ആ കരുണ ഇന്നും തീർന്നു പോയിട്ടില്ല. വിശ്വാസത്തോടെ വിഷയങ്ങൾ വരുമ്പോ ദൈവമക്കളെ, ദൈവസഭയിലെ ഓരോ കുടുംബത്തിന്റെയും തലമുറയുടെയും വിഷയം വരുന്ന സമയത്ത് ഇനി മുതൽ നമ്മൾ ധൈര്യപ്പെട്ട് അല്പനിമിഷം കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിപ്പാൻ ഒരുങ്ങുകയാണ്. ഓ ഗ്ലോറി! വരും ദിവസങ്ങളിൽ ദൈവസഭയിൽ ചേർന്ന് വരുന്ന സമയത്ത് നമ്മൾ അല്പം കരഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? നിന്ന് നിലവിളിച്ചൊന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ, കരുണയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഓ സ്തോത്രം, മരിപ്പാറായിരുന്ന വിഷയമാണെങ്കിൽ പോലും, ദീനം പിടിച്ച വിഷയമാണെങ്കിലും അവിടെ വിജയം കിട്ടും. എന്റെ അടുത്ത വരി നിങ്ങൾ ശ്രദ്ധിച്ചോ? പൗലോസ് പറയാ, ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ കഴിയുന്നു. എന്താ അതിന്റെ അർത്ഥം? പൗലോസ് പ്രാർത്ഥിച്ചപ്പോ തിത്തോസിന് മാത്രമല്ല വിടുതൽ കിട്ടിയത്, ഇത് വലിയൊരു പ്രശ്നമായിട്ട് തനിക്ക് വരാമായിരുന്നു. പൗലോസിനോടും കരുണ കാണിച്ചു. അതുകൊണ്ടാണ് പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ശ്രദ്ധ വെച്ച് കേട്ട് ഒരു സൗഖ്യം കൊടുത്തത്. ദൈവമക്കളെ, ദൈവസഭ പ്രാർത്ഥിക്കുമ്പോ ആ വ്യക്തിക്ക് മാത്രമല്ല കരുണ ലഭിക്കുന്നത്, ആരാണോ പ്രാർത്ഥിക്കുന്നത് അവർക്കും കൂടെ കരുണ ലഭിക്കും. എന്താണ്? അവരുടെ ജീവിതത്തിൽ ദുഃഖത്തിന്മേൽ ദുഃഖം വരാതെ വണ്ണം കരുണ ലഭിക്കും. അപ്പൊ കരുണ ലഭിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തിന്മേൽ ദുഃഖം വരില്ലേ? കഴിഞ്ഞ നാളുകളിൽ ദുഃഖം അനുഭവിച്ച വ്യക്തി ജീവിതങ്ങൾ യേശുവിന്റെ നാമത്താൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖത്തിന്മേൽ ദുഃഖം വരാതെ വണ്ണം ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു ദൈവകരുണ ദൈവസഭ ഏറ്റെടുക്കുകയാണ്. ഓ കുടുംബങ്ങൾ ഏറ്റെടുക്കുകയാണ്, വ്യക്തിജീവിതങ്ങൾ ഏറ്റെടുക്കുകയാണ്, നമ്മുടെ തലമുറകൾ, വ്യക്തിജീവിതങ്ങൾ യേശുവിന്റെ നാമത്താൽ ജയം പ്രാപിക്കുന്നത് ദൈവകരുണ നമ്മിലേക്ക് പ്രവഹിക്കുമ്പോഴാണ്. ആ ദൈവകരുണ ഓ സ്തോത്രം. അത് ലഭിച്ചാൽ രോഗികൾക്ക് സൗഖ്യമുണ്ട്, രോഗത്തിന് വിടുതലുണ്ട്. ദുഃഖത്തിന്മേൽ ദുഃഖം വരികയില്ലേ? ദുഃഖത്തിന്മേൽ ദുഃഖം വരുത്തുവാനായിട്ട് 105 ഗാനങ്ങൾ പ്രവർത്തിച്ച സകല മേഖലകളിലും യേശുവിന്റെ നാമത്താലുള്ള ജയം പ്രാപിക്കുകയാണ്. ഒരു വിടുതൽ ലഭിച്ചു, സൗഖ്യം ലഭിച്ചു, ഒരു ആശ്വാസം ലഭിച്ചു എന്ന് പറയുമ്പോഴേക്കും വീണ്ടും ദുഃഖത്തിന്മേൽ ദുഃഖം വരുത്തക്കവണ്ണം മെഡിക്കൽ റിപ്പോർട്ടുകൾ എഴുതുന്നു നിൽക്കുമ്പോൾ യേശുവിന്റെ നാമത്താൽ ആ അന്യായബന്ധനത്തെ ശാസിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ജയം പ്രാപിക്കുകയാണ്. ദൈവമക്കളെ ഒരുമനപ്പെട്ട് നമ്മൾ യാചിക്കുന്ന വിഷയം കരുണ ലഭിക്കട്ടെ. കരുണ ലഭിക്കട്ടെ. ആ പൈതലിന് കരുണ ലഭിക്കട്ടെ. ആ പ്രിയ മകന് കരുണ ലഭിക്കട്ടെ. ആ പ്രിയ മകൾക്ക് കരുണ ലഭിക്കട്ടെ. പ്രിയ സഹോദരന് കരുണ ലഭിക്കട്ടെ. പ്രിയ സഹോദരിക്ക് കരുണ ലഭിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിൽ ദുഃഖത്തിന്മേൽ ദുഃഖം ഇനി വരികയില്ലേ? ഇന്ന് പ്രാപിക്കുന്ന കരുണ ആ ദുഃഖത്തിന്മേൽ ദുഃഖം വരാതെ വണ്ണം, ഒരു സന്തോഷത്തിന്മേൽ സന്തോഷിപ്പാൻ തക്കവണ്ണം, ഒരു വലിയ സന്തോഷം കൊണ്ടുവരത്തക്കവണ്ണം ഒരു വലിയ നന്മയുടെ കരം ഇന്ന് ചലിക്കുകയാണ്. വിടുതലിന്റെ കരം ചലിക്കുകയാണ് യേശുവിന്റെ നാമത്താൽ. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന വിടുതലിന്റെ പ്രാർത്ഥനയാ, ജയത്തിന്റെ പ്രാർത്ഥനയാ. ഓ ഹല്ലേലൂയ. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. 5-ാമത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 2:13 വാക്യം. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കും. അപ്പൊ കരുണയ്ക്ക് വേണ്ടി യാചിക്കണം. എന്താ കാരണം? ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടണോ? കരുണ വേണം. കരുണ ലഭിച്ചാൽ ന്യായവിധിയെ ജയിച്ച് നമുക്ക് പ്രശംസിക്കാൻ കഴിയും. ഒന്ന് ഓർത്തു നോക്കിയേ, ദൈവം ന്യായം വിധിച്ചാൽ ആർക്ക് നിൽക്കാൻ പറ്റും? നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ നോക്കി ദൈവത്തോട് അടുത്ത് ചെല്ലാൻ കഴിയാതെ അകന്നു മാറി പ്രപഞ്ചമോഹങ്ങൾ നമ്മെ കീഴടക്കിയപ്പോൾ സ്തോത്രം, അതിന് തക്ക ശിക്ഷ വിധിച്ചിരുന്നെങ്കിൽ സ്തോത്രം, ഗ്ലോറി, തകർന്നു പോയനെ, തോറ്റുപോയനെ. എന്നാൽ ഇന്ന് കർത്താവ് പറയാ, കരുണയ്ക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ വീടിന് നേരെ ന്യായം വിധിക്കാൻ വെച്ചിരുന്ന ന്യായവിധി അവൻ മാറ്റി എഴുതും. കരുണ ന്യായവിധിയെ ജയിച്ച് നമുക്ക് പ്രശംസിക്കാൻ വകയുണ്ട്. ഒരു ഭവനത്തിന്റെ മേൽ പെയ്തിറങ്ങാൻ വേണ്ടി ദൈവക്രോധം ഇറങ്ങി വന്നിട്ട് സോദോം ഗോമോറയിലെ പട്ടണങ്ങളെ മുഴുവൻ ദഹിപ്പിക്കത്തക്കവണ്ണം അഗ്നി ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത്
ഒരു മനുഷ്യൻ നിന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ പേര് അബ്രഹാമ. ആർക്ക് വേണ്ടിയ? സഹോദരപുത്രന് വേണ്ടി, ലോത്തിന് വേണ്ടി യാചിച്ചു. ഇടയിൽ നിന്ന് യാചിച്ചു, കരുണ തോന്നണമേ, ഞാൻ ഒന്നും കൂടെ പറയുക, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ദയ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് ഒരു മനുഷ്യന്റെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. ആ ഒറ്റ കാരണം കൊണ്ട് ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്തിനോട് കരുണ കാണിച്ചു. കരുണ ലഭിച്ചു. എന്നിട്ടും ന്യായവിധി അവിടെ വരാൻ പോവുക. അവിടെ ചെന്ന് ദൂതന്മാർ ചെന്ന് വിവരങ്ങൾ പറഞ്ഞിട്ടും ഇവരെ എന്ത് ചെയ്താൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു പോവില്ല. ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോകാൻ പറഞ്ഞാൽ ഓടില്ല. എന്നാലും ദൈവത്തിന്റെ കരുണയുള്ളത് കൊണ്ട് ദൂതന്മാർ അവരെ പിടിച്ചിറക്കി മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോഴും വീണ്ടും അവന് ഓടാൻ കഴിയുന്നില്ല. പർവ്വതത്തിലേക്ക് പോകാൻ പറഞ്ഞാൽ പറ്റുന്നില്ല. തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി വീണ്ടും യാചിച്ചപ്പോൾ ദൈവത്തിന്റെ കരുണ ലഭിച്ചു. ആ വലിയ ന്യായവിധി ഒഴിഞ്ഞു മാറി. ലോകത്തിന് പ്രശംസിക്കാൻ ബാക്കിയുണ്ട്. എന്റെ പട്ടണത്തിൽ സകലരും നശിച്ചപ്പോൾ ഞാൻ നശിച്ചു പോയില്ലേ? ഓ സ്തോത്രം! ന്യായവിധിയെ ജയിച്ചു, പ്രശംസിക്കാൻ കാരണമായി തീർന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, കരുണ ലഭിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. ദൈവമക്കളെ, ന്യായവിധി ഒഴിഞ്ഞു പോകാൻ കാരണം കരുണ ലഭിച്ചതാ. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിക്കാൻ മറന്നുപോയി, കരുണയ്ക്ക് വേണ്ടി യാചിക്കാൻ മറന്നുപോയി. എന്നിട്ടും കരുണ ലഭിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി ചിലർ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ആ കുടുംബത്തോട് കരുണ കാണിക്കണമേ, ആ വ്യക്തിയോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ചിലരെ പരിശുദ്ധാത്മാവ് ഹേമിപ്പിച്ചു, ചിലരെ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തി, രാത്രിയാമങ്ങളിൽ ഉണർത്തി. എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവര് പ്രാർത്ഥിച്ചു. അവരെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവത്തിന് ആ കുടുംബങ്ങളോട്, വ്യക്തികളോട്, തലമുറയോട് കരുണ തോന്നി. അതുകൊണ്ട് ന്യായവിധി ജയിച്ചു. അപ്പൊ ന്യായവിധിയെ ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരുണ ലഭിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? നിശ്ചയമായും പ്രാർത്ഥിക്കണം. മറ്റൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ ഓർത്തു, ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. ആ ഒറ്റ പ്രാർത്ഥന മതി. എന്താ സംഭവിച്ചത്? അവന്റെ ജീവിതം മാറി. യാചകൻ എന്ന വിഷയം മാറി. കുരുട്ട് കണ്ണൻ എന്ന കുരുട്ട് കണ്ണുള്ളവൻ എന്നുള്ള അവന്റെ പേര് മാറി. കുരുടൻ അത് പോയി. സ്തോത്രം! അവൻ പുതപ്പ് വിട്ടേച്ചാ പോയത്. ഇനി അവൻ ഈ പുതപ്പൊന്നും വേണ്ട. ഗവൺമെന്റ് കൊടുക്കുന്ന ഈ തണുപ്പ് മാറാൻ കൊടുത്ത പുതപ്പൊന്നും ഇനി വേണ്ട. പ്രത്യേക നിറമുള്ള പുതപ്പൊന്നും വേണ്ട. അതിന്റെ കീഴിലല്ല ഇനി കഴിയുന്നത്. എന്റെ അവസ്ഥ മാറി. അവന്റെ ജീവിതം തന്നെ മാറി. അതുവരെ സഹിച്ച ദുഃഖത്തിന്മേലുള്ള ദുഃഖം, അവൻ ദുഃഖിച്ച് നടന്നിരുന്ന അനുഭവങ്ങൾ, അത് അവന് മാറ്റാനായിട്ട് കഴിഞ്ഞു. എന്താ കാരണം? കരുണ ലഭിച്ചു എന്നുള്ള ഒറ്റ കാരണം. സ്തോത്രം! ദൈവമക്കളെ, കരുണ ലഭിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥന മതി. നമ്മുടെ ജീവിതം മാറും. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം വിജയിച്ചു. കർത്താവിനെ പിൻപറ്റിയിട്ട് എന്താ ഇങ്ങനെ ചോദിക്കേണ്ടി വരില്ല. കർത്താവിനെ പിൻപറ്റി വരും. സേവിച്ചവന് സേവിക്കാത്തവന് തമ്മിൽ എന്താ വ്യത്യാസം ഇല്ലാത്തതെന്ന് പറഞ്ഞ് നമ്മൾ പുറൂർക്കണ്ട. ഭക്തന്മാർ എന്തിനാ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, വിഷമിക്കുന്ന എന്തിനാ? നമ്മൾ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു നോക്ക്. വ്യത്യാസം വ്യക്തമായി കാണത്തക്ക വിധത്തിൽ ദൈവകരം ചലിക്കുന്നത് നമുക്ക് ഇപ്പോൾ തിരിച്ചറിയാനായിട്ട് കഴിയും. കർത്താവേ, എന്റെ വീടിന് നേരെ ഉണ്ടായിരുന്ന ന്യായവിധി, എന്റെ പരാജയങ്ങളുടെ മധ്യത്തിൽ കർത്താവെ, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുകയാണ്. എന്നാൽ കർത്താവെ, അത് ആരംഭിക്കാതെ അതിനെ തടുത്തു മാറ്റി ജീവരക്ഷ പ്രാപിക്കുന്ന ചില അനുഭവങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ വരുവാൻ, എന്റെ ഭവനത്തിൽ വരുവാൻ. ഓ സ്തോത്രം, സ്തോത്രം! എന്റെ കുടുംബത്തിൽ ന്യായവിധിക്ക് പകരം ജയം. ഒന്ന് പറഞ്ഞേ, ന്യായവിധിക്ക് പകരം ജയം. എങ്ങനെ? കരുണ, 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 ദൈവ കരുണ. അത് പ്രാപിച്ചാൽ, അത് ലഭിച്ചാൽ നിശ്ചയമായി നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ന്യായവിധി ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരുണ ലഭിക്കണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചേ പറ്റും. ഇനി ആറാമത്തെ കാര്യം പറയാം. 2 തിമോഥെയോസ് 1:18. 2 തിമോഥെയോസ് 1:18. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവനെ സംഗതി വരുത്തട്ടെ. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് നമുക്ക് സംഗതി വരുത്തട്ടെ. പ്രതിസന്ധിയുടെ ദിവസങ്ങളിൽ, ഒന്നും കൂടെ പറഞ്ഞാൽ കാര്യം തീർക്കുന്ന നാളിൽ, കാര്യം തീർക്കുന്ന ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ, കർത്താവിന്റെ സന്നിധിയിൽ കരുണ കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വിജയം തരും. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അങ്ങനെ സംഗതി വരുത്തട്ടെ. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാവാചകമാ. അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാവാചകമാ. എന്താ പ്രാർത്ഥന? കർത്താവേ, അവനെ
കരുണ കണ്ടെത്തുവാൻ, കർത്താവിന്റെ പക്കൽ നിന്നുള്ള കരുണ കണ്ടെത്തുവാൻ അവൻ സംഗതി വരുത്തട്ടെ. കർത്താവിന്റെ പക്കൽ കരുണയുണ്ട്. അതൊന്ന് കണ്ടെത്തിയാൽ, ഇന്ന് നമ്മൾ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടുന്ന സംഗതി മറ്റൊന്നുമല്ല, കരുണയാണ്. അത് കർത്താവിന്റെ പക്കലുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് എത്താനൊന്നും കഴിയില്ല, സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. അപ്പൊ കാര്യം തീർക്കുന്ന ദിവസം കൂട്ടിക്കഴിക്കുമ്പോൾ കർത്താവിന്റെ പക്കൽ നിന്ന് കരുണ കണ്ടെത്തുവാൻ സംഗതി വരണമെങ്കിൽ നാം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും അങ്ങയുടെ പക്കലുള്ള കരുണ ഞാനൊന്ന് തിരിച്ചറിയുവാൻ, കർത്താവെ അങ്ങ് ഞങ്ങളുടെ മേലേക്ക് തരുന്ന ആ കരുണ അനുഭവിപ്പാൻ ഞാൻ കൊതിക്കുന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് കരുണയ്ക്ക് വേണ്ടി നമ്മൾ യാചിക്കണം. 7ാമത്തെ കാര്യം പറയാം. 2 കൊരിന്ത്യർ 4:1 വാക്യം. 2 കൊരിന്ത്യർ 4:1 വാക്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഇവിടെ പറയാണ് ശുശ്രൂഷ വേണോ? കരുണ ലഭിച്ചാലേ ശുശ്രൂഷയുള്ളൂ. പാടാൻ കൃപയുണ്ട്, പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കില്ല. അതൊരു ശുശ്രൂഷയായി മാറണമെങ്കിൽ, ദൈവവചനം എനിക്കറിയാം, കാണാപ്പാടം അറിയാം, മനപ്പാടം അറിയാം, പക്ഷെ അതൊരു ശുശ്രൂഷയായി മാറണമെങ്കിൽ കരുണ വേണം. നിന്റെ കഴിവ് കൊണ്ട് സാധ്യമല്ല, നിന്റെ പഠിത്തം കൊണ്ട് സാധ്യമല്ല, മറ്റേ വാക്സാമർത്ഥ്യം കൊണ്ടോ ഒന്നും സാധ്യമല്ല. എങ്ങനെയാണ് അപ്പോസ്തലൻ പറയുക? ഒരു അപ്പോസ്തലിക ശുശ്രൂഷ ഉണ്ടായത് എങ്ങനെയാണെന്ന് പറയുക. എന്താ അപ്പോസ്തലിക ശുശ്രൂഷ ഉണ്ടായത് എങ്ങനെയാ? ഈ ശുശ്രൂഷ ഉണ്ടാകാൻ കാരണം നിങ്ങൾക്ക് കരുണ ലഭിച്ചതാണ്. കരുണ ലഭിച്ചാൽ നമുക്ക് ശുശ്രൂഷ വരെ ലഭിക്കും. അപ്പൊ ശുശ്രൂഷ ലഭിക്കണമെങ്കിൽ പോലും കരുണ വേണം. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവവചനം ശുശ്രൂഷിക്കുമ്പോ, ദൈവസഭയെ ശുശ്രൂഷിക്കുമ്പോ അതിനു മുമ്പേ നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്റെ കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. ഞാൻ ആവർത്തിച്ച് പലപ്പോഴും ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന, എന്റെ ഏകാന്ത പ്രാർത്ഥനയിൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന വാചകമുണ്ട്. ഞാൻ ഭർത്തിമായി പറഞ്ഞ അതേ വാചകം എടുത്ത് പറയും. ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചു പറയും. ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറയും. അതിന് ഭയങ്കര ശക്തിയുണ്ട്. ആ ഭർത്തിമായി ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ കുറിച്ച് ഒരു വാചകം പറയാം. എന്താ അതിന്റെ കാരണം? ദാവീദുപുത്ര എന്ന് വിളിച്ചത്. അന്ന് യേശുവിനെ ദാവീദിന്റെ പുത്രനായിട്ട് ആരും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. യേശു വാക്തത്വ മശീഹയാണെന്ന് പറയാൻ ആരും തയ്യാറായിട്ടില്ല. എന്നാൽ സംഗതികളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ആ ഭർത്തിമായിക്ക് മനസ്സിലായി, ഇത് വാക്തത്വ മശീഹയാണ്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചിരിക്കുന്ന മശീഹയാണ് ഈ യേശു എന്ന് മനസ്സിലാക്കി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു അനുഭവം കൂടിയാണ്. യേശുവിനെ ഏറ്റുപറഞ്ഞ ഒരു അനുഭവം കൂടിയാണ് അത്. കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ആർക്കാണ് കരുണ ലഭിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ മക്കൾക്കുള്ള അവകാശമാണ് കരുണ. ദൈവ മക്കൾക്ക് കരുണ ലഭിക്കും. അപ്പൊ കരുണ ലഭിക്കാൻ വേണ്ടി നമ്മളൊന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് ഒന്ന് നിലവിളിക്കേണ്ടത് ആവശ്യമാണ്. ആ കരുണ ലഭിച്ചാൽ നമുക്ക് ശുശ്രൂഷ വരെ ലഭിക്കും. ഇത് 2-3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്താം. ബാക്കി ഭാഗങ്ങൾ നമുക്ക് എങ്ങനെ കരുണ ലഭിക്കും, കരുണ ലഭിച്ചവരുടെ അവസ്ഥകളെ കുറിച്ച് ഒക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് അത്ര പ്രവൃത്തായ ഒരു സബ്ജക്റ്റാണ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ ഒരു ഒറ്റ പ്രാർത്ഥന മതി. ഈ ഒരു ശുശ്രൂഷ ദൈവം നമ്മുടെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന വിടുതലുകൾ അത്ര വലിയ ശക്തിയാണ്, അത്ര വലിയ വിടുതലുകളാണ് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. 8ാമത്തെ കാര്യം പറയാം. എഹെസ്കേൽ 8-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. എഹെസ്കേലിന്റെ പ്രവചനം 8:18. ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും, എന്റെ കണ്ണ് ആദരിക്കുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല എന്ന് അരുളി ചെയ്തു. അപ്പൊ പറയാ, കരുണ ലഭിച്ചില്ലെങ്കിൽ അടുത്ത പ്രശ്നം പറയാ, ദൈവം ആദരിക്കില്ല. ദൈവം ആദരിക്കില്ല. ഇനി നിലവിളിച്ചാലും കരുണ ലഭിക്കാത്തവര് എത്ര അത്യുച്ചത്തിൽ നിലവിളിച്ചാലും ദൈവം അപേക്ഷ കേൾക്കില്ല. ഇതാ പ്രശ്നം. അങ്ങ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ കിട്ടില്ല. അപേക്ഷ ദൈവം കേൾക്കില്ല. എന്താ ദൈവം അപേക്ഷ കേൾക്കാത്തതിന് കാരണം? നിനക്ക് ആവശ്യമായിട്ടിരിക്കുന്ന വിഷയം, നിന്റെ അപേക്ഷ നടക്കണമെങ്കിൽ ആദ്യം വേണ്ടുന്നത് കരുണ ലഭിക്കണം. കരുണ ഇല്ലെങ്കിൽ ദൈവം നിന്നെ ആദരിക്കില്ല, നിന്നോട് ഒരു ബഹുമാനം തോന്നില്ല. അപ്പോൾ ഇവിടെ പറയാണ്, ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും. എന്താ നമ്മുടെയൊക്കെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന് ആകെ ചെയ്യാനുള്ളത്, ദൈവത്തിന് നമ്മോട് ക്രോധം തോന്നാനും നമ്മോട് അതനുസരിച്ച് പ്രവർത്തിക്കാനാണ് വേണ്ടുന്നത്. നമ്മുടെ സ്ഥിതി അതാ. നമ്മളൊക്കെ ദൈവത്തിന് എത്ര അകന്നു നിൽക്കുന്നവരാ. ദൈവത്തോട് അടുത്ത് ചെല്ലാൻ പോലും കഴിയാത്ത വണ്ണം നമ്മെ അകറ്റിയിരിക്കുന്ന പാപങ്ങൾ നമ്മെ പിടിച്ച് നമ്മളെ ഗ്രസിച്ച് നാം പലപ്പോഴും പലതിലും പരാജയപ്പെടുന്നവരാ. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മോട് ചൊരിയാനുള്ളത് ക്രോധമാണ്. പക്ഷേ കരുണ ലഭിച്ചാൽ നമ്മൾ വിജയിക്കും. എന്റെ കണ്ണെ ആദരിക്കില്ലേ? എന്തുകൊണ്ട്? കരുണ ലഭിക്കാത്തവനോട് ഒരു ആദരവും കാണിക്കില്ല. ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് ഒരു ആദരവും ലഭിക്കില്ല. എന്നാൽ കരുണ ലഭിച്ചാൽ
കരുണ ലഭിച്ചാൽ സ്തോത്രം, ദൈവം നമ്മുടെ നിലവിളി കേൾക്കും, അവൻ നമ്മെ ആദരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കർത്താവേ, എനിക്ക് ആവശ്യമായിട്ടിരിക്കുന്നത്, എൻ്റെ അപേക്ഷ കേൾക്കണമെങ്കിൽ അതിന് മുമ്പേ എനിക്ക് ആവശ്യമായിട്ടിരിക്കുന്നത് അങ്ങയുടെ കരുണയാണ്. അങ്ങയുടെ കരുണ തീർന്നു പോയിട്ടില്ലേ? ആ കരുണ എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. 2 കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ വാക്കുകൾ നിർത്തുകയാണ്. സക്രിയ പ്രവചനം 10:6 വാക്യം. സക്രിയ 10:6. ഞാൻ യഹൂദ ഗൃഹത്തെ ബലപ്പെടുത്തുകയും ജോസഫ് ഗൃഹത്തെ രക്ഷിക്കുകയും എനിക്ക് അവരോട് കരുണയുള്ളത് കൊണ്ട് അവരെ മടക്കി വരുത്തുകയും ചെയ്യും. ഞാൻ അവരെ ഇല്ലാത്തതുപോലെ ഇരിക്കും. ഇവിടെ പറയുക, കരുണ ലഭിച്ചാൽ എന്ത് സംഭവിക്കും? ഗ്രഹത്തെ ബലപ്പെടുത്തും. ഇന്ന് ദൈവഭവനത്തിലേക്ക് കരുണ ഇറങ്ങി വന്നാൽ നമ്മുടെ കുടുംബത്തെ ദൈവം ബലപ്പെടുത്തും. നമ്മളൊരു വീക്കായ ഒരു കുടുംബമാകില്ല. നമ്മെ നോക്കി ആരും പരിഹസിക്കാൻ ഇടവരില്ല. നമ്മെ നോക്കി ആരും ഒന്ന് നിന്ദിച്ചു പറയാൻ ഇടവരില്ല. അതിനപ്പുറത്ത് ദൈവികമായ കരുണ ലഭിച്ചാൽ ദൈവം നമ്മുടെ ഗ്രഹത്തെ ബലപ്പെടുത്തും, ഗ്രഹത്തെ രക്ഷിക്കും. ജോസഫ് ഗ്രഹത്തെ രക്ഷിക്കും. 2, നമ്മളെ ബലപ്പെടുത്തും. നമ്മുടെ കുടുംബത്തെ ദൈവം രക്ഷിക്കും. എങ്ങനെയാ? കരുണ ലഭിച്ചാൽ. എനിക്ക് അവരോട് കരുണയുള്ളത് കൊണ്ട് ഇന്ന് ദൈവത്തിന്റെ തൂത്ത് പറയുക, ദൈവസഭ, ദൈവമക്കളോട്, ദൈവിക കുടുംബങ്ങളോട്, ഹല്ലേലൂയ, ഓരോ കുടുംബത്തോടും ദൈവത്തിന് കരുണയുണ്ട്, കരുണയുണ്ട്, കരുണയുണ്ട്. അത് നമ്മളിന്ന് പ്രാപിച്ചാൽ മതി. കരുണ ലഭിക്കാനാണ് നമ്മളിന്ന് കടന്നു വന്നത്. നമ്മളോട് കുടുംബത്തോട്, നമ്മുടെ കുടുംബത്തെ ബലപ്പെടുത്താനുള്ള കരുണ ഇന്ന് ലഭിച്ചേ പറ്റൂ. അതിനുവേണ്ടി നമ്മൾ കടന്നു വന്നത്. നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ കരുണ അത് നമുക്കിന്ന് ലഭിച്ചേ പറ്റൂ. അതിനുവേണ്ടിയാണ് വന്നത്. അവരെ മടക്കി വരുത്തുകയും, സ്തോത്രം, തള്ളിക്കളയാതെ നമ്മെ മടക്കി വരുത്തും. നന്മയിലേക്ക് ദൈവം മടക്കി വരുത്താൻ പോവുക, അനുഗ്രഹത്തിലേക്ക് ദൈവം മടക്കി വരുത്താൻ പോവുക, ദൈവകൃപയിലേക്ക് നമ്മെ മടക്കി വരുത്താൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കർത്താവ് പറയാ, അവരോട് കരുണയുള്ളത് കൊണ്ട്. ഇന്ന് പ്രവചന ദൂത് വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്, ദൈവഗ്രഹങ്ങളോട്, ദൈവ കുടുംബങ്ങളോട് കരുണയുണ്ട്, കരുണയുണ്ട്, കരുണയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗ്രഹത്തെ ദൈവം ബലപ്പെടുത്തും, നമ്മുടെ കുടുംബങ്ങളെ ദൈവം ബലപ്പെടുത്തും. സ്തോത്രം. കർത്താവേ, എന്റെ കുടുംബത്തെ ഒന്ന് ബലപ്പെടുത്തണമേ. അതിനുവേണ്ടി ഞാൻ കടന്നു വന്നിരിക്കുന്നത്. കരുണ ലഭിക്കാൻ വേണ്ടിയാണ് വന്നത്. കരുണ ലഭിക്കാൻ വേണ്ടി ഇന്ന് ധൈര്യത്തോടെ വിശ്വാസത്തോടെ അവന്റെ അടുക്കലേക്ക്, കൃപാസനത്തോടെ അടുത്തോട്ട്, ദൈവ സാന്നിധ്യത്തിലേക്ക് ഇന്ന് ആത്മാവിൽ ആരാധിച്ച് അടുത്തു വരുന്ന കുടുംബങ്ങളോട് കർത്താവ് കരുണ ഒരുക്കിയിട്ടുണ്ട്. പ്രാപിക്കാം. എങ്ങനെ പ്രാപിക്കാം? ദൈവം നമ്മുടെ കുടുംബത്തെ ബലപ്പെടുത്തുകയാണ്. നമ്മുടെ കുടുംബത്തിലെ ദൈവം രക്ഷിക്കുകയാണ്. ആ ദൈവിക വിടുതലുകളും ദൈവിക രക്ഷയും നമ്മൾ പ്രാപിച്ച് ദൈവം നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, കൃപയിലേക്ക്, ശക്തിയിലേക്ക് ദൈവം മടക്കി വരുത്തുകയാണ്. പരാജയപ്പെട്ടു പോയിരിക്കുന്ന, ബലഹീനപ്പെട്ടു പോയിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് എന്റെ ദൈവം മടക്കി വരുത്താൻ പോവുകയാണ്. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു വാക്യം കൂടെ വായിച്ച് ഞാനിവിടെ വാക്കുകൾ ചുരുക്കാൻ പോവുകയാണ്. മീക പ്രവചനം 7-ാം അധ്യായം 19-ാമത്തെ വാക്യം. മീക 7:19. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. ഒന്ന് എല്ലാവരും ചേർന്ന് പറഞ്ഞേ, അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. കർത്താവിന്റെ വാക്തത്വമാ. കർത്താവ് എന്ന് പറയുന്ന വാക്തത്വമാ. കഴിഞ്ഞ നാളുകളിൽ ചില കരുണ അനുഭവിച്ചെങ്കിൽ എന്നാൽ കർത്താവ് പറയുകയാണ്, ആ കരുണ എടുത്തു കളയുന്നില്ല. കർത്താവ് പറയാ, ഞാൻ വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. സ്തോത്രം. ക്രോധം ഇനി വരില്ലേ? ഈ അകൃത്യങ്ങൾക്ക് ദൈവം കണക്കിട്ടാലാണ് നമ്മുടെ മേൽ ക്രോധം വരുന്നത്. പകരം കരുണ. അതുകൊണ്ട് കർത്താവ് ചെയ്യാൻ പോവുകയാണ്, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാവങ്ങളെ ഒക്കെയും നീ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇട്ടുകളയും. ഇന്ന് ദൈവം നമ്മളോട് കാണിച്ച കരുണ അതാണ്. നമുക്കൊന്ന് ഏറ്റു പറയാം. എത്ര പേരെ അനുതാപത്തോടെ, വിനയത്തോടെ ഒന്ന് സമർപ്പിക്കും. ഒരു സമർപ്പണത്തോടു കൂടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാവങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ ക്രോധം എന്റെ മേൽ ചൊരിയാതെ അങ്ങയുടെ കരുണ ഒന്ന് കാണിക്കണമേ നാഥ. അങ്ങ് വീണ്ടും കരുണ കാണിക്കുന്ന ദൈവമാണല്ലോ കർത്താവേ. എന്നോട്, എന്റെ കുടുംബത്തോട്, എന്റെ തലമുറയോട് അങ്ങ് കരുണ കാണിക്കണമേ. അപ്പാ, ഞങ്ങളോട് കരുണ തോന്നണമേ. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ ഞങ്ങളോടൊന്ന് കരുണ തോന്നണമേ. എത്ര പേർക്ക് ഇതിൽ വിളിക്കാൻ പറ്റും? എല്ലാ കണ്ണുകളോട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് കരയാമോ? ഒരു നിമിഷം ഒന്ന് കരയാമോ? അപ്പാ, അങ്ങയുടെ ക്രോധം, അങ്ങയുടെ കോപം അതാണ് ഞങ്ങളുടെ മേൽ ചൊരിയാനുണ്ടായിരുന്നത്. കർത്താവേ, അത് വേണ്ടപ്പാ. അത് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കില്ല നാഥ.
നിങ്ങൾ ഹൃദയം കഠിനപ്പെട്ടു പോകാനും ഏൽപ്പിച്ചു കൊടുക്കാതെ നിങ്ങളോട് കരുണ തോന്നി ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിത്യരാജ്യത്തിന് ഓഹരിക്കാരായി തീരുവാൻ അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളോട് മനസ്സിലാണമേ. നമുക്ക് ഒരുമലപ്പെട്ട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.